എല്ലാവർക്കും നമസ്കാരം. പിങ്കീസ് ടെറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഒരു കിച്ചൺ ടവൽ പരിചയപ്പെടാം. ചിലപ്പോൾ നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതായിരിക്കും. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കിത് ഉപകാരപ്പെടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ടിഷ്യൂ പേപ്പറുകൾ ചിലപ്പോൾ ക്ലീനിങ് പർപ്പസിനൊക്കെ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അതൊരു തവണ അത് ഉപയോഗിച്ച് തുടച്ച് കഴിഞ്ഞാൽ നമ്മളത് വീണ്ടും കളയുകയാണ് ചെയ്യുക. പക്ഷേ ഇത് അങ്ങനെ കളയേണ്ട ആവശ്യമില്ല. നമുക്ക് വീണ്ടും കഴുകി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കിച്ചൺ ടവലാണ്. അപ്പോൾ ഇത് നമുക്ക് കിച്ചണിലെ ആവശ്യത്തിന് ഉപയോഗിക്കാം. അതും അല്ലെങ്കിൽ വീട്ടിലെ മറ്റു പല ആവശ്യങ്ങൾക്ക് ക്ലീനിങ്ങിനൊക്കെ വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇതുപോലത്തെ റോളായിട്ടാണ് ഇത് കിട്ടുക. നമുക്കിതിങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റും. സാധാരണ ടിഷ്യൂ പേപ്പറുകൾ കട്ട് ചെയ്തെടുക്കുന്ന പോലെ തന്നെ നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ലേഡീസ് ഹാങ്കർചീഫിൻ്റെ അത്രയും വലിപ്പത്തിനുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു പോരായ്മ. ഒരു ഷീറ്റ് ഇത്രയും വലിപ്പമുള്ളൂ. അപ്പോൾ നമ്മൾ ക്ലീനിങ് പർപ്പസിനൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ 2 ഷീറ്റായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്കൊരു 5-8 തവണയൊക്കെ കഴുകി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിതുപോലെ ഒരു ഷീറ്റ് എടുത്തിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ തുടയ്ക്കണം എന്നുണ്ടെങ്കിൽ തുടയ്ക്കാനായിട്ട് സാധിക്കും. നമുക്കിത് വീണ്ടും കഴുകി ഉപയോഗിക്കാവുന്നത് കൊണ്ട് തന്നെ നമുക്കിത് ലാഭമാണ്. സാധാരണ നമ്മൾ തുണിയൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഈസിയാണ്. തുണിയിലൊക്കെ എന്തെങ്കിലും അഴുക്കും കാര്യങ്ങളൊക്കെ ആവുകയാണെങ്കിൽ അത് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാൽ നമ്മൾ ഇതുപോലത്തെ റീയൂസബിൾ വൈപ്സൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ആ അഴുക്കൊക്കെ പെട്ടെന്ന് തന്നെ പോവും. പിന്നെ ഇതൊട്ടും തന്നെ വെള്ളം കുടിക്കില്ല. അതായത് വെള്ളം അധികം അബ്സോർബ് ചെയ്യാത്ത തരത്തിലുള്ള മെറ്റീരിയലാണ്. മൈക്രോ ഫൈബറിൻ്റെ മോഡൽ മെറ്റീരിയലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം ഒട്ടും അബ്സോർബ് ചെയ്യില്ല. പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വലിപ്പത്തിൽ ഇത് ആവശ്യമുണ്ടെങ്കിൽ 2 ഷീറ്റായിട്ട് മുറിച്ചെടുക്കുക. എന്നിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ 2 രീതിയിലും ചെയ്യാറുണ്ട്. 2 ഷീറ്റായിട്ടും എടുക്കാറുണ്ട്, അതുപോലെ സിംഗിൾ ഷീറ്റായിട്ടും എടുക്കാറുണ്ട്. അപ്പം നമുക്ക് ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒന്നാണ്. നമ്മുടെ വീട്ടിലെ പല ആവശ്യങ്ങൾക്കും നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പം ഞാനിത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എടുത്ത ഒരു വൈപ്പാണ്. അപ്പോൾ ഇത് അത്യാവശ്യം അഴുക്കൊക്കെ ആയി, ഇത് കളയാറായി. അതായത് ഒരു 5-8 തവണയെങ്കിലും ഞാനത് കഴുകി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും യൂസ് ചെയ്തിട്ടാണ് ഇതിങ്ങനെ പിന്നുന്ന പോലെ ആയത്. അപ്പോൾ നമ്മൾ ഒരു തവണയൊക്കെ ഇത് കഴുകി യൂസ് ചെയ്യുകയാണെങ്കിൽ ചെറുതായിട്ടൊരു പിന്നുന്ന പോലെ വരും. നന്നായിട്ട്, അതായത് ഒരു 5-8 തവണയൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് ഈ ഒരു ഫോമിലേക്ക് വരുന്നത്. അപ്പോൾ അത്രയും നാൾ നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കോസ്റ്റ് എഫക്റ്റീവുമാണ്. ഇത് ഒരു 80 എണ്ണത്തിൻ്റെയൊക്കെ റോളായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ 80 എണ്ണത്തിൻ്റെ ഒരു റോളിന് ഞാൻ വാങ്ങിച്ചപ്പോൾ 145 രൂപയായിരുന്നു. ഇത് ഓൺലൈനിലൊക്കെ വാങ്ങാൻ കിട്ടും. അതും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പല സൂപ്പർ മാർക്കറ്റിലും കിട്ടും. ചിലപ്പോഴൊക്കെ 2 എണ്ണം എന്നൊക്കെ പറഞ്ഞ് ഓഫറൊക്കെ ഉണ്ടാവും. അങ്ങനെ വാങ്ങുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ നമുക്കിതുപോലെ വീട്ടിൽ എന്തെങ്കിലും അലമാരി, മേശ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ അടുക്കളയിൽ സ്റ്റൗവൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് ഇല്ലെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് സ്റ്റൗവൊക്കെ ഈസി ആയിട്ട് തുടച്ചെടുക്കാൻ പറ്റും. അഴുക്കൊക്കെ നന്നായിട്ട് പോകും. അതുപോലെ തന്നെ കിച്ചണിലെ കൗണ്ടർ ടോപ്പ് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ റീയൂസബിൾ വൈപ്സ് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ തുടച്ച് വയ്ക്കാനായിട്ട്, ചിലപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കുന്ന പാത്രങ്ങളുടെ അടപ്പിലൊക്കെ പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ വൈപ്സ് യൂസ് ചെയ്യാം. ഈസി ആയിട്ട് നമുക്ക് ആ പൊടിയൊക്കെ കളഞ്ഞെടുക്കാൻ പറ്റും. ജനൽ ക്ലീൻ ചെയ്യാം, അങ്ങനെ ഒത്തിരി ക്ലീനിങ് പർപ്പസിനും ഇത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമ്മൾ അടുക്കളയിലൊക്കെ സാധനങ്ങളൊക്കെ വറുത്തിട്ട് അത് ടിഷ്യൂ പേപ്പറിലൊക്കെ ഇടാറില്ലേ, അങ്ങനെയുള്ള കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല. ചൂടുള്ള വസ്തുക്കൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അല്ലാതെ ക്ലീനിങ് പർപ്പസിന് വേണ്ടിയാണ് മെയിനായിട്ട് ഈ റീയൂസബിൾ വൈപ്സ് ഉള്ളത്. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ ഒരു ദോഷവശം എന്ന് പറയുന്നത് ഇത് താരതമ്യേന ചെറുതാണ്. നമ്മുടെ ടിഷ്യൂ പേപ്പറിൻ്റെ അത്രയും പോലും ചിലപ്പോൾ ഇതിന് വലിപ്പം ഉണ്ടാവില്ല. ഒരു ചെറിയ ലേഡീസ് ഹാൻഡ്കർച്ചീഫിൻ്റെ വലിപ്പമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സ്റ്റൗവ് അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടയ്ക്കാനായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇതൊരു 2 ഷീറ്റൊക്കെ എടുക്കേണ്ടി വരും. അതാണ് ഇതിൻ്റെ ഒരു ദോഷവശം എന്ന് പറയുന്നത്. പിന്നെ ഇതൊരു 80 എണ്ണത്തിൻ്റെ റോളിന് 150 രൂപ അല്ലെങ്കിൽ 160 രൂപയൊക്കെ ആവും. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോഴും കുറച്ച് കാശ് കൂടുതലാണ്. പക്ഷേ എന്നാൽ പോലും നമുക്കിത് ഒരുപാട് നാൾ ഉപയോഗിക്കാൻ പറ്റും. ഞാനപ്പോൾ ഈ 80 എണ്ണത്തിൻ്റെ ഒരു റോള് മേടിച്ച് കഴിഞ്ഞാൽ എനിക്കൊരു 1.5-2 മാസമൊക്കെ നിൽക്കാറുണ്ട്. അപ്പോൾ അത്രയും നാൾ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് ആ കാശ് അത്ര നഷ്ടമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പിന്നെ ഇത് ഓൺലൈനായിട്ട് മിക്കയിടത്തും വാങ്ങാൻ കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത്. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.